UDF വെൽഫെയർ പാർട്ടി ധാരണയിൽ സമസ്ത മുജാഹിദ് വിഭാഗങ്ങളുടെ എതിർപ്പ് തള്ളി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം വെൽഫെയർ പാർട്ടിക്ക് മതരാഷ്ട്രവാദമില്ല എന്നും UDFന്റേത് പ്രാദേശിക സഹകരണം മാത്രമാണെന്നും PMA സലാം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും വെൽഫെയർ പാർട്ടി ധാരണയെ പിന്തുണച്ച് രംഗത്തെത്തി. ഇതിനിടെ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ച് ലീഗ് നേതാക്കൾ മുൻപ് നടത്തിയ പ്രതികരണങ്ങളും സാമൂഹ്യമാധ്യമങ്ങളിൽ നിറയുകയാണ്. UDF വെൽഫെയർ പാർട്ടി ധാരണയിൽ സമസ്തയിലെ AP, EK വിഭാഗങ്ങളും മുജാഹിദ് വിഭാഗവും അതൃപ്തി പരസ്യമാക്കി രംഗത്ത് വന്നിട്ടും പിന്തുണ സ്വീകരിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് UDF നേതാക്കൾ. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദമാണ് എതിർപ്പിന് കാരണമായി സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ പറയുന്നത്. എന്നാൽ ഈ വിമർശനങ്ങളെ തള്ളി വെൽഫെയർ പാർട്ടിക്ക് മതരാഷ്ട്രവാദമില്ലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. മതസംഘടനകളുമായി ഏറ്റുമുട്ടാനൊന്നും മുസ്ലിം ലീഗോ UDF തയ്യാറല്ല. അവരുടെ വിമർശനങ്ങളെ ഞങ്ങൾ ക്രിയാത്മകമായി തന്നെ കാണും. ഒരു കാലത്തും മതരാഷ്ട്രവാദം വെൽഫെയർ പാർട്ടി ഉന്നയിച്ചതായി ആർക്കും പറയാൻ കഴിയില്ല. പ്രാദേശിക സഹകരണമാണ് ഉള്ളതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാകുമ്പോൾ നാട്ടിലുള്ള വ്യക്തികള്, സംഘടനകള്, പല പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് ലോക്കൽ അറേഞ്ച്മെന്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുണ്ടാകും. പഞ്ചായത്ത് ഇലക്ഷന്റെ പ്രത്യേകത അതാണ്. UDFനകത്ത് വെൽഫെയർ പാർട്ടി ഇല്ല. UDFൽ അവരെ എടുത്തിട്ടുമില്ല. എന്നാൽ UDFന്റെ വാദങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് സമസ്ത കാന്തപുരം നേതാവ് റഹ്മത്തുള്ള സഖാഫി വ്യക്തമാക്കി. മറ്റ് മതരാഷ്ട്രവാദികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വലിയൊരു ആയുധവുമായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമി ഈ ആശയത്തെ പ്രചരിപ്പിച്ചത്. അപ്പൊ അതിന്റെ ദുരന്തം അനുഭവിച്ച ഒരു സമുദായം എന്ന നിലക്ക് ആര് എത്ര കുറഞ്ഞ സീറ്റിലാണെങ്കിലും അവരുടെ ആശയത്തെ അംഗീകരിക്കുക എന്നതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ഇതിനിടെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ലീഗ് നേതാക്കൾ മുൻപ് നടത്തിയ പ്രതികരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല. പിന്തുണ തരാതിരിക്കുന്നത് വലിയ ഗുണം ചെയ്യും. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം ഉൾപ്പെടെയുള്ള വാദങ്ങൾ വർഗീയമാണ്, തീവ്രവാദമാണ്. അത് ലീഗിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല, UDFന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ അകത്തിരുന്നു കൊണ്ട് പറയുന്ന മതസൗഹാർദ്ദം കാപട്യമാണ്. ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ അകത്തിരുന്ന് പറയുന്ന മനുഷ്യ സൗഹാർദ്ദം കാപട്യമാണ്. ആ കാപട്യം ഉറയിൽ മറച്ചു വച്ചിരിക്കുന്ന വാളു കാണാത്ത സൗഹൃദമാണ്. ഇതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുന്നതായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ആരോപിച്ചു. പ്രതിപക്ഷ വൈരം ശീലമാക്കിയ പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും കൈകോർത്ത് പിടിക്കേണ്ടി വരും. BJPയോട്, ന്യൂനപക്ഷ വർഗീയതയോട്. അത് ശീലമാക്കിയ പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ്. സമസ്ത മുജാഹിദ് വിഭാഗങ്ങളുടെ എതിർപ്പ് തള്ളി UDF വെൽഫെയർ പാർട്ടിയുമായുള്ള സഹകരണം തുടരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്നതാണ് കാത്തിരുന്നു കാണേണ്ടത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.